ഇത് വളരെ റയർ ആയിട്ടുള്ള ഒരു പിക്ചർ. അതെ, മദർ തെരേസ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് അച്ചാച്ചനോടൊപ്പം അതിന് തൊട്ടടുത്ത് ശരി പിതാവും അതോടൊപ്പം തന്നെ തോമസ് ചാഴികാടനൊക്കെയാണ്. അതും വലിയൊരു അനുഭവമാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്പോഴുള്ള സെയിന്റിനോടൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇതെന്താ ഇങ്ങനെ ഈ ഒരു ഇത് നമ്മുടെ യേൽ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി കനറ്റിക്കട്ടിലാണ്, നമ്മുടെ ന്യൂയോർക്കിനടുത്ത കനറ്റിക്കട്ടിലാണ്. അപ്പം ഞങ്ങൾ കുറച്ച് MP അവിടെ ഒരു 10 ദിവസത്തെ ക്ലാസ്സിന് പോയി. അപ്പം ഞാനൊന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് MP ആയി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് പോകാനൊരു അവസരം കിട്ടി. അപ്പം അതിനകത്ത് ഏറ്റവും സീനിയറായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഈ കാണുന്നത്. നമുക്കറിയാം സച്ചിൻ പൈലറ്റ്, പീയൂഷ് ഗോയൽ, രാജീവ് റൂഡി, മനീഷ് തിവാരി, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഇത് സുപ്രിയ സുലെ, അതുപോലെ തന്നെ BJP ഉള്ള ഇപ്പോഴത്തെ ബീഹാറിൻ്റെ PCC പ്രസിഡന്റ്, ഇങ്ങനെയുള്ള വൺ ടീമിന്റെ ഇടയ്ക്കാണ് ചെറുതായിട്ട് ഞാൻ ചെറിയ മനുഷ്യനോട് പ്രോഗ്രാമുകളൊക്കെ പോകുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം മറക്കും. അവിടെ രാഷ്ട്രീയമില്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. അന്ന് UPA കാലത്താണ് അന്ന് പോയത്. അവിടുത്തെ ഒരു അംബാസഡറാണ് നിൽക്കുന്നത്. അപ്പം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരുപാട് പുസ്തക കളക്ഷൻ ഉണ്ടല്ലോ, അതിലേറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് പലപ്പോഴും സ്പിരിച്വൽ ആണ്. അപ്പൊ അത് മതത്തിനൊക്കെ അപ്പുറത്ത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ചാവറേശ്വരൻ എഴുതിയ പുസ്തകങ്ങളുണ്ട്, വിവേകാനന്ദൻ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതെ, അതൊരു സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു എപ്പോഴും ഒരു സ്പിരിച്വലി എപ്പോഴും എനിക്ക് ഇപ്പം നമ്മുടെ ഏതാണോ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് എപ്പോഴും പോകുന്ന പ്രാർത്ഥിക്കുന്നതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ഒരു 4 മാസം തോറും വേളാങ്കണ്ണി പോകും. എല്ലാ പെരുന്നാളിനും സെപ്റ്റംബർ 8-ാം തീയതി അവിടെ പോകും. അതൊരു 10-20,000 പേരുണ്ട് അവിടെ കൂടത്തിലിരുന്ന് നടന്ന് പോകും. അപ്പോൾ അത് അങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ മാണിസാറും പോപ്പിനെ കണ്ട. അതെ ഉണ്ട്. എനിക്ക് അനുഗ്രഹം കൊണ്ട് ചാവറ പിതാവിന്റെ അതിന്റെ സെയിന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനും പോകാൻ പറ്റി. അതോടൊപ്പം തന്നെ മദർ തെരേസയുടെ എനിക്ക് പോകാൻ പറ്റി. രണ്ടിലെ ചിഹ്നമൊക്കെ ചിഹ്നമൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് തരുന്നതാ. എപ്പോഴും ഞാൻ സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ ശ്രദ്ധ തോന്നിയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം അച്ഛനായ KM മാണിയെ അഭിസംബോധന ചെയ്യുക മാണി സർ എന്ന് പറഞ്ഞാണ്. ഞങ്ങളത് അഭിസംബോധന ചെയ്യുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവും. പക്ഷെ മകനായിട്ടും അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് ആ ഐഡിയ അല്ലെങ്കിൽ ആ പ്രാക്ടീസ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതൊക്കെ അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം മാണി സാർ എന്ന് പറയുന്നതോ KM മാണി സാർ എന്ന് പറയുന്നതോ അല്ല KM മാണി എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം അച്ചാച്ചൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ വീട്ടിനകത്ത് നമ്മളെപ്പോഴും അച്ചാച്ചനെ വിളിക്കാറുള്ളൂ. അച്ചാച്ചന് ആരോടും സംസാരിക്കുമ്പോൾ അച്ചാച്ചൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കാര്യമുള്ളത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ജനങ്ങൾ യൂസ് ചെയ്ത ഒരു വാക്കുണ്ടല്ലോ, അതാണല്ലോ അവരുമായിട്ടൊരു അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത്. ഒരാൾ ചിലപ്പം പെറ്റ് നെയിമായിട്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചിലപ്പോൾ പെറ്റ് നെയിം കാണും. ഇപ്പം തോമസ് ചാഴികാടൻ ഉദാഹരണത്തിന് പറയാം, ടോമി എന്ന് പറയാറുണ്ട്, ടോമി ചേട്ടൻ എന്ന് പറയാറുണ്ട്. അതും വീടുകളിനകത്താണ്. പക്ഷെ എന്ന് പറഞ്ഞതുപോലെ ഒരു അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും, അതായത് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും മണിസാർ എന്നുള്ള ഇത്. എന്തിനാണ് KR നാരായണൻ അദ്ദേഹം പോലും പാലായിൽ വരുമ്പോഴും പ്രസംഗിക്കുമ്പോഴും മാണിസാർ എന്ന് പറഞ്ഞ ആള് മണിസാറിനേക്കാളും സീനിയറായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അസോസിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് എന്നുള്ളത് ഒന്ന്. 2, താങ്കൾ എന്ത് ചിന്തിക്കും? ഇപ്പം ഞാൻ ബഹുമാനപ്പെട്ട KM മാണി പറഞ്ഞ പോലെ എന്ന് പറയുമ്പം പലപ്പോഴും ഒരു മകനെ പോലെ കാണുന്നതാണ് ഞങ്ങളുടെ ഇവിടെയുള്ള നേതാക്കന്മാരെല്ലാം. കാരണം സീനിയറായിട്ടുള്ളവർ അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അവൻ KM മാണി, അപ്പനെ കയറി KM മാണി, മറ്റുള്ളവർ പോലും മാണി സാറിനാണ് വിളിക്കുന്നത്, വളരെ സീനിയറായിട്ടുള്ളവർ എന്ന്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒരു മീഡിയ ആയിട്ട് ജനങ്ങളുമായി അസോസിയേറ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് മാണി സാറിനുള്ള ആ ഒരു പേരിൽ നമ്മൾ വിളിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള സംശയം, സാധാരണ ഒരു യുവാവിന്, ഒരു ചെറുപ്പക്കാരനൊക്കെ ഉണ്ടാവേണ്ട ഒരു പ്രൈവസി ഉണ്ടല്ലോ. അയാളുടെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ അയാൾക്ക് വേണ്ട ഒരു പ്രൈവസി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പുറത്തിറങ്ങിയിട്ട് ഒരു സാധാരണ ചെറുപ്പക്കാരന് ഈ പാലയിലൊക്കെ ഇറങ്ങി നടക്കുന്നത് പോലെ ഒരു മുണ്ട് വളച്ചു കൂത്തി ഒരു 4 തല്ലുണ്ടാക്കാനോ ഒന്നും ശരിയായ കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ അല്പം ഒന്ന് മദ്യപിക്കാനോ ഒന്ന് പുകവലിക്കാനോ ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് സാധിച്ചോളണമെന്നില്ല.
കാരണം അവിടെ ഇമേജ് ഉണ്ട്, അച്ഛനുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗുഡ് വില്ലുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഒരു പ്രഷറായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, പക്ഷേ പലപ്പോഴും ഇപ്പോൾ എൻ്റെ പിതാവ് എങ്ങനെ നിൽക്കുന്നു, ഒരു മന്ത്രിയായിരുന്നൊക്കെ MLA ആകുമ്പോൾ ഇപ്പോൾ ഒരു സോഷ്യൽ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ, ഇന്നയാളിൻ്റെ ഇന്നയാണ്, നമുക്കത് കാണാനും കഴിയും. ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു ചടങ്ങിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമാണ്, ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്നയാളാണെന്ന് നമ്മൾ കോൺഷ്യസ് ആവും, അത് സ്വാഭാവികമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ സെൽഫിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ് നമ്മളെ മദ്യപിക്കാനോ പോലിക്കുക എന്നുള്ളതല്ല. പക്ഷെ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ, അപ്പോൾ ഇവിടെ കുറച്ച് നാൾ പാലായിൽ തന്നെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏർക്കാട് മോൺഫോർട്ട് സ്കൂളിലാണ് പഠിച്ചത്. അത് പഠിക്കാൻ അവിടെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു അച്ഛൻ, അവിടുത്തെ ഒരു പ്രൊവിൻഷ്യൽ, ഇപ്പോൾ ഒഴൂര് വെളിയന്നൂരുകാരനായിരുന്നു അച്ഛന്. അച്ചാച്ചനുമായിട്ട് വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ജോമോൻ ഇവിടെ നിർത്തിയാൽ പോരാ, നല്ലോലെ പഠിപ്പിക്കണം, സ്മാർട്ടാക്കണം. അങ്ങനെ എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുന്ന് വിടാനേ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നെ ബലമായിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആക്കുകയോ ചെയ്തു ആദ്യഘട്ടത്തിൽ. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ അവിടെ ചെല്ലുമ്പോഴും അങ്ങോട്ട് പോകുന്നത് ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. പലപ്പോഴും പോകുമ്പോൾ ഹോളിഡേക്ക് വരുന്നതും പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് വരും. ഒരിക്കലും KM മാണിയുടെ മകനാണോ, അന്നൊക്കെ മന്ത്രിയുടെ മകനാണോ എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ പോലും പോയിട്ടില്ല. റിസർവേഷൻ കിട്ടാതെ ഞാൻ മിക്കവാറും ഉള്ള സ്ഥലത്ത് ഒരു 12ാം ക്ലാസ് വരെ അങ്ങോട്ട് പോകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു പോകുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റ്, സത്യസന്ധമായ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, തിങ്ങിക്കേറി ഈ സൈഡിൽ ഇടയില്ലാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരും ചിലപ്പോൾ കാണും, അതിനകത്ത് കാണും, ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ. അപ്പം പലപ്പോഴും പബ്ലിക്കായിട്ട് ഒരാൾ നോട്ട് ചെയ്തോ ഇങ്ങനെ ഇരിക്കുന്നു, അതെന്താ ഇങ്ങനെ, അപ്പനുമായിട്ട് അടിയായിട്ടാണോ, കിട്ടാതെ പോയെന്ന് പോലെ ചിലപ്പോൾ ചോദിക്കാതെ പറയാൻ മടിയാണോ എന്ന്. അതല്ല, അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് റിലാക്സ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ ചെല്ലണ്ട, അത് പറഞ്ഞത് ശരിയാണ്. റിലാക്സ് ചെയ്ത് ജോവിയലായിട്ടിരിക്കേണ്ട ചില സമയങ്ങളിൽ ചിലപ്പം നമ്മൾ കുറച്ചുകൂടെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പം നമ്മളൊരു കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. അതിനകത്തൊരു നാച്ചുറാലിറ്റി ചിലപ്പം വിട്ടുപോയെന്നിരിക്കും. അതൊരു മിസ്സിംഗ് ആയി തോന്നിയിട്ടുണ്ടോ? മിസ്സിങ് അല്ല, ചിലപ്പം നമ്മളെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ സഹായിച്ചെന്നും വരാം. ചിലപ്പോൾ ഒരു മിസ്സിങ് ആകാം, ചിലപ്പോൾ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു സമയം നമുക്ക് വിസിലടിക്കണമെന്ന് തോന്നുമായിരിക്കും, പക്ഷെ വിസിലടിക്കാൻ പറ്റുമോ ഇല്ല. അപ്പോൾ അങ്ങനെ ചില തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്, അത് ശരിയാണത്. അതുകൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് ക്രിട്ടിസൈസും ചെയ്യും. അതങ്ങനെ പോയി ചിലപ്പോൾ നമ്മളൊരു കീറി ഷർട്ടിട്ടോണ്ട് പോയി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഓവർ കോൺഷ്യസ് ഉണ്ട്. അത് താങ്കൾ പറഞ്ഞ ഓവർ കോൺഷ്യസ് വരുമ്പോൾ തീർച്ചയായും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ആ റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും ഒരു ലിമിറ്റേഷനാണ്. ജെന്റിൽമാൻ പൊളിറ്റിക്സ് എന്നൊരു വിധമുണ്ടല്ലോ. അപ്പോൾ ജോസ് കെ മാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു ഇമേജ് ഉണ്ട്. കട്ടിമീശയായി ഈരി വെച്ച മുടിയുമായിട്ട് സുന്ദരനായ അലക്കി തേച്ച ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ടിട്ട് വളരെ നീറ്റായ ഒരു മനുഷ്യൻ. സംസാരത്തിലും ആ ഒരു നീറ്റ്നെസ് ഉണ്ട്, ഉപയോഗിക്കുന്ന വാക്കുകളിൽ പ്രതിപക്ഷ ബഹുമാനമുണ്ട്. കുറച്ചധികം മര്യാദ കൂടിപ്പോയോ? എനിക്ക് കട്ടി അത്ര മീശയുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന്, ഞാൻ എപ്പോഴും ഒരു രാഷ്ട്രീയ കുടുംബം ആണ്, ഒരു തറവാടാണ്. അപ്പോൾ പ്രത്യേകിച്ച് വാച്ച് ചെയ്തും കണ്ടിട്ടുള്ളൂ. അച്ചാച്ചനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അസംബ്ലിക്കകത്ത് രൂക്ഷമായ വളരെ പവർഫുള്ളുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച്, എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവിടെ നിലപാടെടുത്തുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കും. അവിടെ എപ്പോഴും ഒരു ലൈനുണ്ട്. നമ്മുടെ ആൾക്കാരോട് സംസാരിക്കും, ഇടപെടലുകൾ സംസാരിക്കും. കേട്ട് നോക്കും, ഇത്രയും 55 വർഷമായിട്ട് എവിടെയെങ്കിലും ആ ലൈൻ വിട്ട് ആരെയെങ്കിലും പേഴ്സണലായിട്ട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില സമയത്ത് അത്രയും വലിയ രാഷ്ട്രീയ ശത്രുവായിരിക്കാം, ഏറ്റവും നമ്മളെപ്പറ്റി മോശം പറഞ്ഞു. എന്തിനാണ് എൻ്റെ ചാച്ചനെ പറ്റി പറഞ്ഞതും, മക്കളെ പറ്റി പറഞ്ഞതും, എന്നെപ്പറ്റി പറഞ്ഞതും, അതൊക്കെ ഒത്തിരി ഇൻസിഡൻസുകളുണ്ട് പല സ്ഥലത്തും ഒക്കെ ഇൻസിഡൻറ്റ്. പക്ഷേ അന്ന് ഞാൻ ഓർക്കും, 2 എണ്ണം അങ്ങോട്ട് തിരിച്ച് പറയേണ്ടതല്ല, ഇങ്ങനെയാണോ എന്ന് ചിലപ്പം ഞാൻ ചാച്ചൻ ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയി പറയണ്ടേന്ന്. പക്ഷെ അവിടെയൊക്കെ ആ കൺട്രോൾ ചെയ്ത് കൃത്യമായ ഒരു ജെന്റിൽമാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നത്തിങ് റോങ്, ഒരു ജെന്റിൽമാൻ ആകുന്നതിനൊന്നും കുഴപ്പമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടെടുത്ത് എന്ത് തോന്നിവാസവും പറയാം, എന്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിലപ്പോൾ സമൂഹം പോകുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ, എൻ്റെ ശത്രുവാണെന്ന് ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല.
ഈ ഹേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൽ ഒറ്റൊരു വിഷമം ഉണ്ടാവും, ഞാൻ സംശയമൊന്നുമില്ല. ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല, അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, പേഴ്സണലായിട്ട് പറയുന്നത്, കുടുംബത്തിനെ പറ്റി പറയുന്നത്. പക്ഷേ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും, അവനും അതുപോലെ ഒരില്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, എത്രമാത്രം എൻ്റെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഈ പറയുന്ന. പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ശത്രു മനോഭാവത്തോടു കൂടി ഒരാളെ നശിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നൊരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുമില്ല.